നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെ പറ്റിയിട്ടും ആ കമ്മിറ്റികളുടെ തലവൻ ആരായിരുന്നു അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ആ കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ള കാര്യവുമാണ് നോക്കുന്നത്. അതിനു മുൻപായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മെറ്റീരിയൽസൊക്കെ അവർക്ക് നോട്ടായിട്ട് എങ്ങനെയെങ്കിലും ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ ക്ലാസ്സിൻ്റെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അവരോടും ജോയിൻ ചെയ്യാൻ പറയുക. നമ്മളെന്താ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂളുകളും എല്ലാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലിങ്കിൽ കയറി നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികൾ നോക്കാം. ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മേജർ കമ്മിറ്റികളും മൈനർ കമ്മിറ്റികളും ഉണ്ട്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നും ആ കമ്മിറ്റികളുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ള കാര്യവുമാണ് നോക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികൾ പ്രധാനമായും മേജർ കമ്മിറ്റികൾ, മൈനർ കമ്മിറ്റികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ മേജർ കമ്മിറ്റിയിൽ തന്നെ അതിൻ്റെ സബ് കമ്മിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നും ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന കാര്യം മാത്രം. നമുക്ക് പരീക്ഷയിൽ പ്രധാനമായിട്ടും അങ്ങനെയുള്ള ചോദ്യമാണ് വരാറ്. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നമ്മൾ PSC പരീക്ഷകൾ എഴുതുന്ന കാലം മുതൽ കേൾക്കുന്നൊരു ചോദ്യമായിരിക്കാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം. അത്തരത്തിൽ ഓരോ കമ്മിറ്റി, മേജർ കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻ ആരൊക്കെയാണ് എന്നുള്ള കാര്യവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവർ കമ്മിറ്റിയിലെ ചെയർമാൻ ആയിരുന്നത്. ഇങ്ങനെ ഒന്ന് ഓർത്താൽ മതി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേ പവറുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നൊന്ന് ഓർത്ത് വെക്കുക. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പവർ കമ്മിറ്റിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും, രണ്ടും ശ്രദ്ധിക്കുക, യൂണിയൻ പവർ കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു യൂണിയൻ പവർ കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ. ഇവിടെ ഓർക്കുക, യൂണിയൻ പവർ കമ്മിറ്റി എന്നതൊരു മേജർ കമ്മിറ്റിയാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നതും ഒരു മേജർ കമ്മിറ്റിയാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്. ഇവിടെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും യൂണിയൻ പവർ കമ്മിറ്റിയുടെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ആൻഡ് ട്രൈബൽ കമ്മിറ്റി ഉണ്ട്. മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി. മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ആൻഡ് ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവിടെ ഈ മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിക്ക് കുറച്ച് സബ് കമ്മിറ്റികളുണ്ട്.
ആ സബ് കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നും കൂടി നമുക്കിതിനോടൊപ്പം നോക്കണം. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പക്ഷേ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് JB കൃപലാനിയാണ്. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് JB കൃപലാനി. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് JB കൃപലാനി. ക്ലിയർ ആയോ? ന്യൂനപക്ഷ സബ് കമ്മിറ്റി ഉണ്ട് അടുത്തത്. ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജിയാണ് ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ. ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? HC മുഖർജിയാണ് ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതോടൊപ്പം തന്നെ എന്താണ് നമ്മളിവിടെ ട്രൈബൽ കമ്മിറ്റിയെ പറ്റി പറയില്ലേ, അതിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ഗോപിനാഥ് ബർദോളിയാണ്. ആരാണ്? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. ഇതിൽ മെയിൻ ഫോക്കസ് ആസാം ആണെന്ന് കൊടുക്കുന്നതെന്ന് കാര്യം കൂടി ഓർക്കുക. അത് ഗോപിനാഥ് ബർദോളിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഉണ്ട്. അത് അതർ ദാൻ ആസാം ആണ് കേട്ടോ. അതർ ദാൻ ദോസ് ഇൻ ആസാം ആണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് AV താക്കറാണ്. ആരാണ്? എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി AV താക്കറാണ്. അത് ആസാം അല്ല, ആസാം ഒഴികെയുള്ളതാണ്. മുകളിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ഗോപിനാഥ് ബർദോളിയാണ്. അവിടെ ആസാമും ഗോപിനാഥ് ബർദോളിയും കൂടി കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ AV താക്കറാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഉണ്ട്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്താണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന് വേറെയും കമ്മിറ്റികളുണ്ട്. ഏതൊക്കെയായിരുന്നു? യൂണിയൻ പവർ കമ്മിറ്റി. ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റി പോലെ തന്നെ യൂണിയൻ പിന്നെ എന്തായിരുന്നു? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റികളുടെയും ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പിന്നെന്താണ്? സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഈ കമ്മിറ്റികളുടെ എല്ലാം ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ. പിന്നെന്താണ്? മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ആൻഡ് ട്രൈബൽ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടേത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാനും ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മേജർ കമ്മിറ്റികൾ മാത്രമാണ് പറഞ്ഞത്. മേജർ കമ്മിറ്റികളും ആ കമ്മിറ്റികളുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ള കാര്യവും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ മൈനർ കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻ ആരാണെന്നുള്ള കാര്യവും നോക്കും. ഉറപ്പായിട്ടും ചോദിക്കും. എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതോടൊപ്പം ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നമ്മുടെ കമൻറ്റിൽ എന്താണ്, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളുടെ അപ്ഡേറ്റുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കും.
അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം.